ഹലോ ഗായ്സ്, വീണ്ടും ഇത് അൽബാഹയിൽ എത്തുന്നതിന് മുമ്പ് ഒരു 60 കിലോമീറ്റർ മുന്നാടിയായിട്ട് ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ്. അവിടെ ഇവിടെയൊക്കെ ചെറിയ വീടുകളാണ്. ഇവിടെ ഒരു വീടുണ്ട്, ആ ഭാഗത്ത് ഒരു 2-3 വീട്. ഇവർക്കൊരു 10-18 കിലോമീറ്ററെങ്കിലും വേണം ഒരു എന്താ പറയുക ആവശ്യത്തിനുള്ള എന്തെങ്കിലും ഭക്ഷ്യസാധനങ്ങളൊക്കെ വാങ്ങണം. ചുരുങ്ങി 18 കിലോമീറ്റർ പോകണം. എന്ന് വെച്ചാൽ താൽക്കാലിക സാധനങ്ങൾ, ചെറിയൊരു ടൈപ്പ് ഓഫ് ഗ്രോസറി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇവർക്ക് ഉള്ള ടൗൺ എന്ന് പറയുന്നത് ഈ അൽബാഹയാണ്. പക്ഷേ എന്ന് വെച്ചാൽ ഇത് ഇവിടുന്ന് ഇങ്ങനെ പോകുന്നു. നമ്മളിവിടെ വീടുകൾ അവസാനിക്കുന്നില്ല. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന പോലെ പഞ്ചായത്ത് റോഡ് പോലെ ഇങ്ങനെ റോഡ് ഇങ്ങനെ ചെന്നെത്തുന്നത് പല വീടുകളിലേക്കുള്ള ഇതാണ്. ആ ഭാഗം, ആ മലത്തിൻ്റെ ആ ഭാഗത്തൊക്കെ വീടുണ്ട്, ഒറ്റപ്പെട്ട വീടുകൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട്. പക്ഷേ ഒരു കാര്യം എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഇത്രയും ഭാഗങ്ങളിലൊക്കെ കരണ്ടും വെള്ളവും ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. തൽക്കാലം ഞങ്ങൾ ഇവിടെ ഒന്ന് അതേ ഉള്ളു സാധാരണ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ടിൽ നിന്ന് തെന്നിയിട്ട് മാറി കയറിയ സമയത്താണ് അവിടുത്തെ ഒരു സ്വദേശി വന്നപ്പോൾ കാര്യങ്ങൾ അന്വേഷിക്കുന്ന വീടുകളുണ്ട്. ഈ ഭാഗത്തൂടെ മുകളിലൂടെ ഒറ്റപ്പെട്ട വീടുകളുണ്ട്, കറണ്ട് ഉണ്ട്, വെളിച്ചമുണ്ട്, വെള്ളമുണ്ട്. ഹാപ്പിയാണ്, വളരെ ഹാപ്പിയാണ്. അതുപോലുള്ള ടൗണിലൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നിപ്പോവും ഇങ്ങനത്തെ ഒരു വില്ലേജിൽ എങ്ങനെ താമസിക്കും, ഹോസ്പിറ്റൽ, സ്കൂൾ. പക്ഷേ അവർക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവർ പറയുന്നത്. ഏതായാലും ഇത് നിങ്ങളെ കാണിക്കാവുന്നതാണ്. പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്ന വീഡിയോ ഒക്കെ. ഇതിവിടെ ഒരു പ്രോപ്പർട്ടിയാണെന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഇതിനകത്ത് എന്തോ ഒരു ശരിക്ക് കമ്പനി എന്തോ ഒരു ഇതിൻ്റെ ഭാഗമായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പിന്നെ എന്ന് വെച്ചാൽ ഭൂരിഭാഗം ഭൂമിയും സർക്കാർ അധീനതയിൽ തന്നെയാണ്. ഒഴിഞ്ഞ് കിടക്കുന്ന ഭൂമി മൊത്തം. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ ബൈ.